മുസ്ലിം ലീഗിനെതിരായ വിവാദ പ്രസ്താവനയുമായി CPM നേതാവ് ഡോക്ടർ പി സരിൻ ജനിച്ച മതം നോക്കി ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലീഗുകാരെന്നാണ് പരാമർശം. CPIM പാലക്കാട് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ മാർച്ചിലായിരുന്നു പ്രതികരണം. മാധ്യമ പ്രതികരണത്തിലേക്ക് ചില മുനവച്ച പ്രചരണങ്ങള് അത് ജനിച്ച മതമേതാണെന്ന് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കണം സ്വർഗത്തിലേക്കുള്ള വാതിൽ വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിന് നരകം സമ്മാനിച്ചുകൊണ്ട് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിപ്പിക്കുന്നതിന്റെ ആ അവസ്ഥയിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശമായ പാലക്കാട് ജില്ലയുടെ അറ്റത്തേക്കാണ്. മലപ്പുറത്തിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വർഗീയതയുടേതായിട്ടുള്ള സാഹചര്യത്തെ ഒരു ജില്ലയാകുമ്പോ ആ ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് എത്ര കാലമായി ലീഗ് അത് ചൊൽപ്പടിക്ക് നിർത്താൻ നോക്കുന്നു എന്ന് നമ്മൾ കാണുന്നതാണ്. ആയിഷത്തുൽ ഷംന പാലക്കാട് ചെയ്യുന്നു. ആയിഷത്തുൽ ഷംന, ലീഗിന്റെ ഒരു അതിപ്രസരം, ലീഗിന്റെ ഒരു ആധിപത്യം കൂടി ഉയർത്തിക്കാണിച്ച് ലീഗിനെ വർഗീയമായി പരാമർശം അല്ലെങ്കിൽ ഒരു വർഗീയ പാർട്ടിയായി ഉപമിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനയോടെ സരിൻ ശ്രമിച്ചത്. ആയിഷത്തുൽ ഷംന. സുഹേൽ, ഈ തിരുവേഗപ്പുറ പഞ്ചായത്ത് CPM സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിലായിരുന്നു സരിന്റെ പരാമർശമുള്ളത്. ഈ തിരുവേഗപ്പുറ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള മേഖലയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ലീഗ് ഭരണത്തിലിരിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെയാണ് ഈ ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി സരിൻ എത്തിയത്. അതായത് ഈ RSS എന്നാൽ ഹിന്ദു എന്നും മുസ്ലിം ലീഗ് എന്നാൽ മുസ്ലിം എന്നുമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്കാണ് ലീഗ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ലീഗ് എപ്പോഴും UDF-നും കോൺഗ്രസിനും വേണ്ടിയാണ് ഫണ്ട് അനുവദിക്കുന്നത് പോലും. അതിനപ്പുറം മറ്റു പാർട്ടിക്കാർക്കോ മറ്റ് ആളുകൾക്കോ വേണ്ടി ലീഗ് ഒന്നും ചെയ്യുന്നില്ല. മതത്തിന്റെ പേരിൽ, ജനിച്ച മതത്തിന്റെ പേരിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതോ ഒരു സ്വർഗത്തിന് വേണ്ടി, എന്നോ കിട്ടാനുള്ള ഒരു സ്വർഗത്തിന് വേണ്ടി കാര്യങ്ങൾ മതവൽക്കരിക്കുകയാണ് ലീഗ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ലീഗ് എന്ത് നല്ല കാര്യമാണ് ഈ നാട്ടിൽ ചെയ്യുന്നത് എന്നും ഈ സരിൻ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനം, അതായത് മലപ്പുറം ജില്ലയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു അതിർത്തി പ്രദേശം കൂടിയാണിത്. അവിടെയുള്ള പ്രത്യേകിച്ച് മലപ്പുറം മേഖലയിലൊക്കെ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്. അത് ഈ പാലക്കാട് ജില്ലയിൽ വർഗീയവൽക്കരിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. പാലക്കാട് ജില്ലയുടെ ഒരു മതേതര രാഷ്ട്രീയത്തിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ, അതിന് പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലാണ് ലീഗ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ലീഗ് എപ്പോഴും മതം എന്നത് മാത്രമാണ് ലീഗിന്റെ രാഷ്ട്രീയം. ആ വ്യാഖ്യാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്ന തരത്തിലാണ് സരിൻ ഇപ്പോൾ ലീഗിനെ രൂക്ഷമായി വിമർശിച്ചത്. ലീഗിനെ വർഗീയ പാർട്ടിയെ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സരിൻ നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.